ആപ്കെ അദാലത്തിൽ സുനിൽ ദത്തിന്റെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിന് വേണ്ടി ഇദ്ദേഹം സിനിമ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ദത്ത് സാർ, ഈ കുറ്റാരോപണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് വരാം. അതെ, പാർട്ടീഷന്റെ സമയത്ത് ബൽരാജ് ദത്ത് എന്നുള്ള ഒരു പയ്യൻ മുംബൈയിലുള്ള ജയ്ഹിന്ദ് കോളേജിലേക്ക് വന്നു. അതോടൊപ്പം ആദ്യത്തെ ജോലിയായിട്ട് ബസ് ഡിപ്പോയിലാണ് പ്രവർത്തിച്ചത്. എനിക്ക് ആ കാലം ഒന്നും മറക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ കോളേജിലേക്ക് പോവും. 10 മണിക്ക് ശേഷം ഞാൻ ലൈബ്രറിയിലേക്ക് പോവും. കാരണം എനിക്ക് താമസിക്കാൻ വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏഷ്യാറ്റിക് ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവും. 11 മണി വരെ ബസ് ഡിപ്പോയിൽ. ബസ്സൊക്കെ ഡിപ്പോയിലേക്ക് വരും. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് റെക്കോർഡിൽ നോട്ട് ചെയ്ത് വെക്കണം. ഡീസൽ എത്ര അടിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കണം. മഡ്ഗാർഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവറോട് ചോദിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് താങ്കളുടെ ശമ്പളം എത്രയായിരുന്നു? 100 രൂപ, മാസം 100 രൂപ. ബസ് ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് റേഡിയോ അനൗൺസറായിട്ട് എങ്ങനെ ജോലി കിട്ടി? എനിക്ക് ഡ്രാമ എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. കോളേജിൽ വെച്ച് ഡ്രാമയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാൻസ് ബാലറ്റ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പ്രൊഫസർ എന്നോട് കമൻട്രി പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ചില അഡ്വർടൈസിംഗ് കമ്പനീസിൻ്റെ ബോസുകളൊക്കെ വന്നിരുന്നു. അവരെൻ്റെ ശബ്ദം കേട്ടു ഞാൻ കമൻട്രി നൽകുമ്പോൾ. അവർക്ക് എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് അവരൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു, അതായത് ഫിലിം സ്റ്റാർസിൻ്റെ ഇൻ്റർവ്യൂ. സോ ഞാൻ ആ ഇൻ്റർവ്യൂസൊക്കെ ചെയ്തു. വലിയ വലിയ സ്റ്റാർസ്, ദിലീപ് സാർ, ദേവാനന്ദ് സാർ, പിന്നെ അക്കാലത്ത് സുരേം മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് സ്റ്റാർസിൻ്റെ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്തു, സിനിമ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എൻ്റെ അറിവിൽ നിങ്ങൾ ഒരു പയനിയറാണ്. അതായത് ഈ ആപ്കെ അദാലത്ത് പോലെ എൻ്റെ പ്രോഗ്രാമിൽ ഞാനാണ് പയനിയർ. കാരണം അഡ്വർടൈസിംഗ് കമ്പനിക്ക് ഞാനാണ് ഐഡിയ തന്നെ നൽകിയത്. അതായത് സിനിമാ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ രസമായിരിക്കും. അതായത് സ്റ്റുഡിയോ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ടാകും, ലൈറ്റ്സ് എവിടെ നിന്ന് വരും, പിന്നെ ഡയറക്ടർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഡയലോഗ് എങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബൽരാജ് ദത്ത് എന്നുള്ള വ്യക്തി സുനിൽ ദത്തായിട്ട് എങ്ങനെ മാറി? ദിലീപ് കുമാർ സാറിൻ്റെ ഒരു പടം പോയിക്കൊണ്ടിരുന്നു. അതിൽ രമേശ് ശേഖൽ സാർ അക്കാലത്ത് വലിയ പടങ്ങൾ ചെയ്ത ആളാണ്. ഷഹീദ്. അക്കാലത്ത് ആ പാട്ടുകളൊക്കെ വളരെ പോപ്പുലറാണ്. ഇവിടെയുള്ള വയസ്സായവർക്ക് തീർച്ചയായിട്ടും ആ പാട്ടുകളൊക്കെ അറിയാമായിരിക്കും. വീരൻ പോകും പാതയിൽ വീരന്മാർ കൈകൊടുക്കും. ആ പാട്ടന്ന് വളരെ പോപ്പുലറായിരുന്നു. ഞാൻ അക്കാലത്ത് ദിലീപ് സാറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റുഡിയോയിലേക്ക് ചെന്നപ്പോൾ സാർ പറഞ്ഞു, നിനക്കെന്തുകൊണ്ട് ഹീറോ ആയിക്കൂടാ എന്ന്. എന്തിനെങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹീറോ ആക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ചെറിയ ചെറിയ റോളുകളൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. ശരി, ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു ടെസ്റ്റ് എടുത്തു. ആ ടെസ്റ്റിൽ ദിലീപ് കുമാർ സാർ ഇട്ട ഡ്രസ്സ് എനിക്ക് തന്നിട്ട് അത് ധരിച്ചോളാൻ വേണ്ടി പറഞ്ഞു. പാൻറ്റും കോട്ടും എല്ലാം. എനിക്ക് ദിലീപ് സാറിനേക്കാളും കുറച്ച് നീട്ടമുണ്ട്. എനിക്കാണെങ്കിൽ ആ പാൻറ് മുട്ടുവരെ നീട്ടം ഉണ്ടായിരുന്നുള്ളൂ. സ്ലീവ്സ് ആണെങ്കിൽ ഇതാ ഇതുവരെ വന്നുള്ളൂ. ഞാൻ വരുമ്പോൾ നിങ്ങൾ വിളിച്ചില്ലേ, അതുപോലെ ഇതാ ഇവിടെ വന്ന് നിന്ന് ഡയലോഗ് പറയേണ്ട പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഡയലോഗ് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഏതോ ഗുഹയിൽ വന്ന പോലെ ഉണ്ടായിരുന്നു. 4 ഭാഗവും ഇരുട്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പുറപ്പെട്ടു. സോ അത് 1955 അപ്പം മുതൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, പതുക്കെ പതുക്കെ. അതൊക്കെയൊന്നുമല്ല, താങ്കളുടെ വണ്ടി നല്ല ഫാസ്റ്റായിട്ടാ പോയത്. പക്ഷെ മദർ ഇന്ത്യ സിനിമയിലാണ് യഥാർത്ഥ സ്പീഡ് താങ്കളുടെ തുടങ്ങിയത്. അതെ. ആ റോൾ എങ്ങനെയാണ് താങ്കൾക്ക് ലഭിച്ചത്? ആ റോളിനെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു വിചിത്രമായ കഥയാണ്. അതിനു മുമ്പ് എൻ്റെ 2 പടങ്ങൾ തുടർച്ചയായിട്ട് ഹിറ്റായിരുന്നു. AK രാസ്ത, BR ചോപ്ര സാറിൻ്റെത്. ഞാനതിൽ വർക്ക് ചെയ്തിരുന്നു. ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അശോക് കുമാർ സാർ ഉണ്ടായിരുന്നു, മീനാകുമാരി ഉണ്ടായിരുന്നു. ആ പടം സിൽവർ ജൂബിലി ആയിരുന്നു, ഏക് രാസ്ത. പിന്നെ സാധന പടം ചെയ്തുകൊണ്ടിരുന്നു ചോപ്ര സാറിൻ്റെ, അതും സിൽവർ ജൂബിലി ആയിരുന്നു. ഞാനപ്പോൾ ഷൂട്ടിങ്ങിലായിരുന്നു. എനിക്കൊരു ദിവസം മെസ്സേജ് വന്നു. മുക്രി എന്ന് പേരുള്ള ഒരു കോമഡിയൻ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, മെഹബൂബ് സാറ് നിന്നെക്കുറിച്ച് അന്വേഷിച്ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പടത്തിന് ഹീറോ സെലക്ട് ചെയ്തല്ലോ എന്ന്. അതിനെന്താ, നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെഹബൂബ് സാറിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി, നിനക്ക് രാമുവിൻ്റെ റോൾ തരാമെന്ന് പറഞ്ഞു, അതായത് മൂത്ത ജ്യേഷ്ഠൻ. ഞാൻ പറഞ്ഞു, മെഹബൂബ് സാർ നിങ്ങളൊരു വലിയ ഡയറക്ടറാണ്, വലിയ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ചെറിയ റോൾ തന്നാലും ഞാൻ ചെയ്യും, കാരണം നിങ്ങൾ അത്ര വലിയ ഡയറക്ടറാണ്. നിങ്ങൾ എന്ത് തന്നാലും ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷവാനായി. ഒരിക്കൽ അദ്ദേഹം ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ എന്തിനാ അങ്ങനെ നോക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ ബ്രിജുവിൻ്റെ റോൾ തരാമെന്ന്.
കാരണം ബ്രിജു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ആ പടത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. ശരി, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ നിനക്ക് മുടിയാണ് കുറച്ച് നീട്ടമുള്ളത്. നിന്നെ കണ്ടിട്ട് ഗ്രാമത്തിലെ ആളെ പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. എനിക്കറിയാവുന്ന ഒരു ബാർബർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം എന്നെ ഫ്രീ ആയിട്ട് മുടി വെട്ടലും ഷേവ് ചെയ്യലൊക്കെ ചെയ്യും. സോ ഞാൻ അദ്ദേഹത്തെ ടാക്സിയിലിരുത്തി സ്റ്റുഡിയോയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ നേരെ അദ്ദേഹത്തോട് സ്റ്റുഡിയോയിലേക്ക് വരുമെന്ന് അങ്ങോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റതും, ഞാൻ ബാർബറെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സാർ, മുടി എങ്ങനെ വെട്ടണമെന്ന് പറയും, ഞാൻ വെട്ടിക്കോളാന്ന് പറഞ്ഞു. അദ്ദേഹവും അതിന് ഓക്കെ പറഞ്ഞു. എൻ്റെ മുടിയെല്ലാം വെട്ടി. പിന്നെ നിന്റെ മേക്കപ്പ് കുറച്ച് ഡാർക്കായിരിക്കണം, എങ്കിലേ നിന്നെ ഗ്രാമീണനെ പോലെ തോന്നൂ എന്ന് പറഞ്ഞു. വയലിൽ ജോലി ചെയ്യുന്ന പോലെ, വെയിലത്ത് പണിയെടുക്കുന്നവനെ പോലെ. പക്ഷെ നീ വെളുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നേരെ മുകളിലേക്ക് പോയി, മേക്കപ്പ് റൂമിലേക്ക്. ഞാൻ അവിടെ ചെന്ന് കറുത്ത നിറത്തിലുള്ള എല്ലാം എടുത്ത് ഒന്നിച്ച് മിക്സ് ചെയ്ത് അതെൻ്റെ മുഖത്തൊക്കെ തേച്ചു. ഒരു മനുഷ്യൻ്റെ മുഖം കറുത്തു കഴിഞ്ഞാൽ കണ്ണ് വലുതായി തോന്നും. അപ്പോഴാണ് സാർ എന്നെ കണ്ടിട്ട് പറയുന്നത്, ഇപ്പോഴാണ് നീ ബ്രിജുവിനെ പോലുള്ളതെന്ന്. ശരി, ഇവന് ബ്രിജുവിൻ്റെ റോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് എനിക്ക് ബ്രിജുവിൻ്റെ റോൾ കിട്ടിയത്. അതിനുശേഷം താങ്കൾക്ക് വരിവരിയായിട്ട് ഹിറ്റ് സിനിമകൾ വന്നു. സുജാത, സാദാ, അതെ, അതെ. മുझे ജീനെ ദോ, ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് പറയാം. ഈ മദർ ഇന്ത്യ റിലീസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ഉടനീളം എന്നെപ്പോലെ ഒരു ടഫായിട്ടുള്ള ആളില്ലാത്ത പോലെയായി. അതിനുശേഷം എനിക്ക് എങ്ങനെയുള്ള റോൾസ് കിട്ടിത്തുടങ്ങിയെന്ന് വെച്ചാൽ, ഗ്രാമത്തിലെ തല്ലുകാരൻ, പിന്നെ സിറ്റിയിലെ വലിയ മോശക്കാരൻ. ഞാൻ വിചാരിച്ചു ഇത് കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് ഇങ്ങനെയുള്ള റോൾസ് മാത്രമേ കിട്ടൂ എന്ന്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടുന്ന റോൾസ് ചെയ്താൽ അങ്ങനെ വലിയൊരു ആക്ടർ ആകാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എക്സ്പെരിമെന്റിൽ വിശ്വസിച്ചു. ഞാൻ യാദെ അഭിനയിച്ച പോലെ വൺ ആക്ടർ മൂവി. പടത്തിൽ ഒരേ ഒരു ആക്ടർ മാത്രമാണ്. ആ പടം ബെർലിൻ ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പിക്സ് അവാർഡ് വാങ്ങിച്ചു. അങ്ങനെ തുടർച്ചയായി ഞാൻ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്തു. ഒരുപാട് നഷ്ടങ്ങളും എനിക്ക്, പണം ഒരുപാട് നഷ്ടമായി. ഗ്രേഷ്മ ഷെയർ കാരണം എനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടായി. ഗ്രേഷ്മ ഷെയറെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ സിനിമയിൽ അമിതാഭ് ബച്ചന്റെ ശബ്ദം താങ്കൾ ഊമയായിട്ട് മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ വോയിസ് ബീറ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണെന്ന്. അപ്പൊ അമിതാഭ് ബച്ചൻ ഇല്ലായിരുന്നു. അപ്പൊ അവൻ വെറും ഒരു ന്യൂ കമർ ആയിരുന്നു. പക്ഷേ ശബ്ദം പവർഫുൾ ആയിരുന്നില്ല. അതെ, അതെ, ശബ്ദം പിന്നെയാണ് ഫേമസ് ആയത്. പടം ഹിറ്റായതിനു ശേഷം അദ്ദേഹം ഊമയായിരുന്നു, എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വളരെ സിമ്പതി കിട്ടി. ആ സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് ആ റോൾ എന്നെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഈ കാര്യം അറിയാതെ പോയി. നമ്മളൊരു നല്ല ക്യാരക്ടറിനെ ഫോളോ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യും, ഡിഫറെന്റ് റോൾ ചെയ്യും. പക്ഷെ ഈ ഗോസിപ്പുകൾ ചില സമയത്ത് ആർട്ടിസ്റ്റുകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. അത് വലിയ തെറ്റാണ്. ഇല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വേർപെടുത്താൻ വേണ്ടി ശ്രമിച്ചു, നിങ്ങൾ ചെയ്യുന്ന പോലെ. ദസാർ സിനിമ താങ്കളെ ബൽരാജിൽ നിന്ന് ദത്തായിട്ട് മാറ്റി. അതേ സിനിമ തന്നെ താങ്കളെ സ്ട്രീറ്റിൽ നിന്നും ബംഗ്ലാവ് വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ജനങ്ങളുടെ സ്നേഹവും ആദരവും താങ്കൾക്കുണ്ട്. ഇത്രയും സിനിമകൾ താങ്കൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ താങ്കൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ജനങ്ങൾ എന്നെ ഇങ്ങനെ സ്വീകരിക്കുമെന്ന്. കാരണം ജനങ്ങൾ എന്റെ പടങ്ങൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര വലിയ നടനാകില്ലായിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ താങ്കളെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ കല ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. അതായത് എന്താന്ന് വെച്ചാൽ, ഞാൻ രാഖി എന്നൊരു പടം എടുത്തു. ആ രാഖി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ മകൻ ഒരു ഹിറ്റായി മാറി. അപ്പം ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഒരു ഉറയിൽ രണ്ട് കത്തി ഉണ്ടാകാൻ പാടില്ല, ഒന്നുമില്ല നീ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം. അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ ജീവിതത്തിൽ പലതും കണ്ടു, ഇനി എൻ്റെ മകൻ തട്ടിൽ വന്ന് നിൽക്കട്ടെ. രാഷ്ട്രീയത്തിൽ വരാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത്? ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോകാൻ എങ്ങനെ ആഗ്രഹം? അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് തെളിച്ച് പറയാം. അതായത് ഇന്ദിരാ മാഡം കൊല്ലപ്പെട്ടതിന് ശേഷം ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ന്യൂയോർക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് കണ്ടോലൻസ് മീറ്റിങ്ങിനായി കൗൺസിൽ ജനറലിൻ്റെ ഓഫീസിലേക്ക് പോയി. പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഒരുപാട് സിഖ് സഹോദരന്മാരെ കണ്ടു. അവരെല്ലാവരും ഡാൻസ് ചെയ്തും പാട്ടുപാടിയും സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ ഡൽഹിയിലേക്ക് വന്നപ്പോൾ റോട്ടിൽ ലോറികൾ കത്തിച്ചാമ്പലായി കിടക്കുന്നു. അതുപോലെ പല വാഹനങ്ങളും കത്തിക്കരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. മുഴുവൻ ഡൽഹിയും കത്തിക്കരിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് സിഖുകാർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ എൻ്റെ കണ്ണിന് മുൻപിൽ വീണ്ടും ആ സ്ഥിതി, അതായത് ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്തുണ്ടായ അവസ്ഥ, ആ അവസ്ഥയിലായിരുന്നു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമായിരുന്നു. ഈ കാര്യമായിരുന്നു എൻ്റെ മൈൻഡിൽ കറങ്ങിക്കൊണ്ടിരുന്നത്.
സോ ആ സംഭവത്തിന് ശേഷം എനിക്കൊരു ഫോൺ വന്നു. അത് രാജീവ് ഗാന്ധി ചെയ്തതായിരുന്നു. അദ്ദേഹം എന്നോട് നീ ഇലക്ഷനിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ തീർച്ചയായിട്ടും മത്സരിക്കാമെന്ന് പറഞ്ഞു. കാരണം എന്റെ കൺമുൻപിൽ എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ രാജ്യം ഒന്നായി നിൽക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. നമ്മൾ സെക്യുലർ ആയിരിക്കണം, എല്ലാ മതസ്ഥരും ഒന്നിച്ച് ജീവിക്കണം, എങ്കിലേ നമ്മുടെ രാജ്യം മുന്നേറൂ. ഇതിനാണ് ഞാൻ പോളിറ്റിക്സിലേക്ക് വന്നത്. ജനങ്ങൾ പലരും താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ ചോദിക്കും. 84-ൽ നടന്ന കലാപത്തിൽ ഒരുപാട് സിഖ് മതക്കാർ കൊല്ലപ്പെട്ടു. അപ്പോഴും അതേ പാർട്ടി തന്നെയായിരുന്നു അധികാരത്തിൽ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് കോൺഗ്രസ് MP ആയി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നടന്നു തന്നെ അപ്പോ സാർ, അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി. ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കലാപത്തിന് കാരണമായ പാർട്ടിയിൽ താങ്കൾ പോയി ചേർന്നല്ലോ. അതായത് ഒരു പാർട്ടിയിൽ ചിലരൊക്കെ തെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പാർട്ടിയുടെ ആദർശം തെറ്റാവില്ല. അത് ബേസിക്കലി സെക്യുലർ പാർട്ടിയാണ്. മാത്രമല്ല ഞാൻ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്നവനുമാണ്. ഞാൻ ഗാന്ധിയുടെ പിൻഗാമിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെല്ലാം അതൊരിക്കലും തെറ്റാവില്ല. നിങ്ങൾ ആ ആദർശങ്ങൾ നോക്കിയാൽ ഞാൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളും ബിഹേവ് ചെയ്യും. എന്റെ കുറ്റാരോപണം വേറെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ദത്ത് സർ, സിനിമ താങ്കളെ ഏത് ലെവലിൽ എത്തിച്ചോ, ജനങ്ങൾ താങ്കളെ എത്രത്തോളം അല്ലല്ല, സ്നേഹിച്ചു? ഫിലിം ഇൻഡസ്ട്രി അല്ല, ജനങ്ങൾ, പബ്ലിക്കാണ്. അല്ലല്ല, ഇല്ലല്ല, public സിനിമ അതിന് കണ്ടാണ്. കാരണം ജനങ്ങളാണ്. നിങ്ങളും ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നതിന്, ഇത്ര പോപ്പുലർ ആകുന്നതിന്, ഇത്ര വലിയ സ്റ്റുഡിയോ ഇട്ടതിന് അതൊക്കെ ജനങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്. കാരണം ഇവരെല്ലാം നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നു. ജനങ്ങളാണ് ഇതിന് കാരണം. സത്യം പറയണമെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. അത് പെട്ടെന്ന് തീരും. പക്ഷെ നിങ്ങൾ കൊടി പിടിച്ചുകൊണ്ട് പല വർഷങ്ങളായില്ലേ? നിങ്ങൾ എല്ലാ റെക്കോർഡുകളും തകർത്ത് കളഞ്ഞു. പറയുകയാണെങ്കിൽ TV നെറ്റ്വർക്കിന്റെ മൊത്തം റെക്കോർഡുകളും നിങ്ങൾ തകർത്തു. അതെ അതെ, സത്യമല്ലേ? അതുപോലെ തന്നെ താങ്കൾ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തിയില്ലേ, അത് ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല. ദത്ത് സാർ, ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരുടെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ സിനിമയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നാണ്. അതായത് ഞാൻ 20 വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പൊ എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് അവര് വേണം എന്നോട് പറയാൻ. ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന്, ഇങ്ങനെയുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് അവരാണ് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിന് ഞങ്ങൾ ഒരു നല്ല തീരുമാനം പക്ഷേ പറയും. ദത്ത് സാർ, പ്രധാനമന്ത്രി താങ്കളെ വിളിച്ച് ഏത് മിനിസ്ട്രിയാണ് വേണ്ടെന്ന് ചോദിച്ചപ്പോ താങ്കൾ IMD മിനിസ്ട്രി വേണം, സിനിമയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാമായിരുന്നില്ലേ? ഇല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സിനിമ ഇൻഡസ്ട്രിക്ക് എനിക്കെന്ത് സഹായം ചെയ്യാൻ കഴിയും? അങ്ങോട്ട് പോയാൽ ഞാനായിരിക്കും കുടുങ്ങുക. അവർക്ക് വേണ്ടി എനിക്ക് വഴക്കിടാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ സർക്കാർ പറയുന്ന പോളിസി ഡിഫെൻഡ് ചെയ്യണ്ടേ? അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതിനു പകരം ഞാൻ യുവാക്കൾക്കൊപ്പമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ കായിക രംഗത്തും ഉണ്ട്. 75-ാമത്തെ വയസ്സിൽ യുവജന വകുപ്പോ? എന്തിനാ നിങ്ങൾ എല്ലാവരും മുൻപിൽ എന്നെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം തുറന്നു പറഞ്ഞല്ലോ. ഇങ്ങനെ ചെയ്യരുതായിരുന്നു. തനിച്ചൊക്കെ എന്തെങ്കിലും. പക്ഷേ പാർലമെന്റിൽ താങ്കളുടെ ബയോഡാറ്റ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ താങ്കളുടെ പ്രായവും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതവരറിയാതെ എഴുതിയതായിരിക്കും.